ഹായ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തമിഴ്നാട് സ്റ്റൈൽ കാരക്കുഴമ്പാണ്. വളരെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. ചേട്ടൻ എന്നോട് കുറച്ച് ദിവസം കൊണ്ട് ഇത് ഉണ്ടാക്കി തരാൻ പറയുകയാണ്. ആളെന്ന് വെച്ചാൽ ഒരു ബിഗ് ഫാൻ ഓഫ് ഈ കാരക്കുഴമ്പ്, വത്തക്കുഴമ്പ്, ഈ തമിഴ്നാട് സ്റ്റൈൽ ഐറ്റംസിനൊക്കെ ഒരു വലിയ ഫാനാണ്. സോ എന്തായാലും നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങി. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ലേഡീസ് ഫിംഗർ, പിന്നെ ബ്രിഞ്ചോൾ, ടൊമാറ്റോസ്, സ്മോൾ ഓണിയൻസ് ആൻഡ് ഗാർലിക്. ഇതെല്ലാം നേരത്തെ തന്നെ കട്ട് ചെയ്ത് പ്രിപ്പ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. പിന്നെ ഈ ടൊമാറ്റോസ് റഫായിട്ട് ചോപ്പ് ചെയ്ത് മിക്സറിൽ ഗ്രൈൻഡ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് ഒരു സ്മോൾ ആംബ്ല സൈസ് ടാമറിൻ്റെ വെള്ളത്തിൽ സോക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് ജിഞ്ചിലി ഓയിൽ പാനിൽ ഒഴിക്കുക. ഡ്രൈ ചില്ലീസ് 2 കട്ട് ചെയ്തിടുക. അത് നല്ലപോലെ സോട്ടേ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ലേഡീസ് ഫിംഗറും ബ്രിഞ്ചോളും നല്ലപോലെ ഓയിലിൽ കിടന്ന് റോസ്റ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സാക്റ്റ് കുഴമ്പിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് സോട്ട് ചെയ്ത് ഒരു പ്ലേറ്റിൽ ഇത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. കണ്ടോ, റോസ്റ്റിംഗ് കണ്ടോ, നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതങ്ങനെ മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് റിമൈനിങ് ഓയിലിൽ നമുക്ക് സ്മോൾ ഓണിയൻസും ഗാർലിക്കും നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇത് കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല, കറിക്ക് ടേസ്റ്റ് കൂടും. പിന്നെ കുറച്ച് കറി ലീവ്സ് ഇത് നന്നായിട്ട് സോട്ട് ചെയ്ത ശേഷം കുറച്ച് കായപ്പൊടി ഇടുക. അത് കഴിഞ്ഞ് ടർമറിക് പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ഇത് നന്നായിട്ട് ഇട്ട് സോട്ട് ചെയ്ത് നല്ല കളറ് നല്ല ഡാർക്കായിട്ട് വരുമ്പോൾ ടൊമാറ്റോ പ്യൂരി അതിലോട്ട് ഒഴിച്ച് നല്ലപോലെ അതിൻ്റെ പച്ച മണമൊക്കെ മാറണം. അങ്ങനെ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ ആംല സൈസ് ടാമറിൻ്റെ എടുത്ത് വെച്ചത് അരിപ്പിൽ ഫിൽട്ടർ ചെയ്ത് ഒഴിക്കുക. നന്നായിട്ട് തിളച്ച് വരും. നമ്മുടെ ഗ്യാസ് സ്റ്റൗ സിമ്മിൽ വയ്ക്കുക. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയം ഈ ലേഡീസ് ഫിംഗറും ബ്രിഞ്ചോളും അതിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഗ്യാസ് സ്റ്റൗ സിമ്മിൽ തന്നെ വയ്ക്കുക. നന്നായിട്ട് വറ്റി ഗ്രേവി പോലെ വരും. പിന്നെ ചൂട് ഹോട്ട് റൈസിൻ്റെ കൂടെ ഈ കാരക്കുഴമ്പ് എടുത്ത് വയ്ക്കുക, അങ്ങ് കഴിക്കുക. വേറെ എന്ത് പറയാനാ, ആളുടെ റിയാക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം സംഭവം എങ്ങനെയായിരുന്നു എന്ന്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണോ എന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്.